PM ശ്രീ പദ്ധതിയെ എതിർത്ത് CPI ദേശീയ നേതൃത്വം. പുത്തൻ വിദ്യാഭ്യാസ നയം ഫെഡറലിസത്തെ തകർക്കുന്നതാണെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ മീഡിയ വണ്ണോട് പറഞ്ഞു. ജനാധിപത്യത്തെ തകർക്കുന്ന ഏതു നീക്കത്തെയും നഖശിഖാന്തം എതിർക്കേണ്ടതാണ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്നും ആനി രാജ പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. PM ശ്രീ പദ്ധതി തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം. അത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കേന്ദ്രം കൊണ്ടുവന്ന പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ളതാണ്. ഈ പുത്തൻ വിദ്യാഭ്യാസ നയം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ ആ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുക വഴി ഇതുവരെയും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പങ്കുള്ള കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസ മേഖല, ആ മേഖലയെ കൈയടക്കിക്കൊണ്ട് അവിടെ ഫാസിസ്റ്റ് സംഘപരിവാർ ഐഡിയോളജി അജണ്ട നടപ്പിലാക്കുന്നതിന് അതുവഴി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണത്. ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ഫെഡറൽ തത്വങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇതിനെ ഒരു മതാധിപത്യ രാജ്യമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിൻ്റെ എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. ആ നിലപാടാണ് സംസ്ഥാനത്തെ ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുന്നതിനും അത് ഗൈഡ് ചെയ്യുന്നതിനും നമുക്ക് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം നിലവിലുണ്ട്. ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന ഏത് നീക്കത്തെയും അതിനെ നഖശിഖാന്തം എതിർക്കേണ്ടത് തന്നെയാണ്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, നിലപാടിൽ അണുവിട മാറ്റമില്ലാതെ അത് ആവർത്തിക്കുകയാണ് ആനി രാജയും. ദേശീയ നേതൃത്വം കൂടി ഈ വിഷയത്തിലുള്ള എതിർപ്പ് പ്രകടമാക്കുന്ന സാഹചര്യമുണ്ട്. നാളെ ഇപ്പോൾ മന്ത്രിസഭാ യോഗം ക്യാബിനറ്റ് ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. കൃത്യമായൊരു മറുപടി CPI ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. മറ്റൊന്ന്, ഏത് തരത്തിലായിരിക്കും ഈ നിലപാട് ഇല്ലെങ്കിൽ ഈ പ്രതിഷേധം കേരള സർക്കാരിനെ അറിയിക്കുക? ധന്യ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് ഇപ്പോൾ ആനി രാജ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിയെ പൂർണ്ണമായും എതിർക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ആനി രാജ പറയുന്നത്. കാരണം ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെ അത് ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് വരുന്നത്. അതിനെ എതിർക്കേണ്ടതുണ്ട്. അതിനെ എതിർക്കാനായിട്ട് എല്ലാവരും തയ്യാറാകണമെന്ന് കൂടി ആനി രാജ പറയുകയും ചെയ്യുന്നുണ്ട്. ജനാധിപത്യത്തെ തകർക്കുന്ന ഏത് നീക്കത്തെയും നഖശിഖാന്തം എതിർക്കേണ്ടതാണ്. അതാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉൾപ്പെടെ നടത്തും എന്നുകൂടി ആനി രാജ പറയുന്നുണ്ട്. സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കേണ്ടത്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായും എതിർക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ കൂടി വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായും എതിർക്കണം. അതുതന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അത് നേരത്തെയും ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി ആനി രാജ നമ്മളോട് പ്രതികരിച്ചു.